നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ആധുനിക അടിമത്തത്തിന്റെ മറ്റൊരു പേരാണ് കാനഡയിലെ ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാം എന്ന UN റിപ്പോർട്ട്. UN അന്വേഷകനായ ടൊമോയ ഒബോകാറ്റയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ അടിമത്തവും തൊഴിൽ ചൂഷണവും നേരിടുന്ന വിഭാഗം താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമുകളിലൂടെ കാനഡയിലെത്തുന്ന വിദേശികളാണെന്നും കഴിഞ്ഞ വർഷം ഒട്ടാവ, മോൺടൺ, മോൺട്രിയൽ, ടൊറന്റോ, വാൻകൂവർ എന്നിവിടങ്ങൾ സന്ദർശിച്ച് നടത്തിയ പഠനങ്ങളിലൂടെ ഇവ തനിക്ക് വെളിപ്പെട്ടെന്നും ടൊമോയ ഒബോകാറ്റ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഫാസ്റ്റ് ഫുഡ് കൗണ്ടർ അറ്റൻഡന്റ് പോലുള്ള തസ്തികകൾ നികത്താൻ തൊഴിലുടമകൾ ഉപയോഗിക്കുന്ന കുറഞ്ഞ വേതന തൊഴിലാളികൾ മുതൽ കെട്ടിട നിർമ്മാണ മേഖലയിലും ഡൊമസ്റ്റിക് തൊഴിലിടങ്ങളിൽ വരെ ഈ പ്രവണത വ്യാപിച്ചു വരുന്നതായി കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കനേഡിയൻ മനുഷ്യാവകാശ മേധാവി ബിർജു ദത്താനി രാജിവെച്ചു. ബിർജുവിനെതിരെ നടന്ന അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾക്ക് പിന്നാലെയാണ് ബിർജു രാജിവെച്ചത്. നേരത്തെ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിക്കും മുന്നേ നിർബന്ധിത അവധി എഴുതി വാങ്ങിയിരുന്നു. മുസ്ലിം പ്രീണനവും യഹൂദ വിരോധവും അടക്കം നിരവധി ആരോപണങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ബിർജു നേരിട്ടിരുന്നു. മുജാഹിദ് ദത്താനി എന്ന ചെല്ലപ്പേരടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേട്ട ഒരാൾ കനേഡിയൻ മനുഷ്യാവകാശത്തിന്റെ അപ്പോസ്തലൻ ആകേണ്ട എന്ന ചിലരുടെ ഉറച്ച തീരുമാനത്തിന്റെ വിജയമായി ഈ രാജി. മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം താപതരംഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ടാക്കുകയും കാട്ടുതീയും കൊടുങ്കാറ്റും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കാൻ ഇടവരുമെന്നും ഫെഡറൽ സർക്കാരിന്റെ മുന്നറിയിപ്പ്. ഈ വർഷം ബ്രിട്ടീഷ് കൊളംബിയ മുതൽ മാനിറ്റോബ വരെ കൂടുതൽ കാട്ടുതീ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ വ്യതിയാനം അവയ്ക്ക് ആക്കം കൂട്ടുമെന്നും യുഎസിന്റെ നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് പ്രകൃതി വിഭവ മന്ത്രി ജോനാഥൻ വിൽക്കിൻസൺ വ്യക്തമാക്കി. ലോകമെമ്പാടും നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും കാനഡയ്ക്ക് മാത്രമായി ഒരു ബദലില്ലെന്നും മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കണ്ണും കാതും തുറന്നിരിക്കുക മാത്രമാണ് ശരിയായ പോംവഴിയെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിലെ കുർസ് മേഖലയിൽ 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം യുക്രൈൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്ന് യുക്രൈനിലെ ഉന്നത കമാൻഡർ ഒലക്സാണ്ടർ സിർസ്കി. അപ്രതീക്ഷിതമായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലാണ് ഡസൻ കണക്കിന് റഷ്യൻ ഗ്രാമങ്ങളുടെയും വലിയ ഭൂപ്രദേശങ്ങളുടെയും നിയന്ത്രണം യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തത്. റഷ്യൻ പ്രദേശങ്ങൾ കൈയടക്കിയവർക്ക് തക്കതായ മറുപടി നൽകുമെന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് തള്ളിയത്. റിപ്പോർട്ട് ഏകപക്ഷീയമായതിനാൽ പുറത്തുവിടരുതെന്ന ആവശ്യമാണ് ഹൈക്കോടതി നിരസിച്ചത്. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. ജസ്റ്റിസ് വിജി അരുണാണ് ഹർജി തള്ളി വിധി പ്രസ്താവിച്ചത്. റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവരാൻ ഇതിലൂടെ വഴിയൊരുങ്ങി. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമേ പുറത്തുവിടാവൂ എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സജിമോൻ പാറയിലിന്റെ ഹർജി നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റിപ്പോർട്ട് ഹർജിക്കാരനെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഷാരൂഖ് ഖാനും മക്കളായ ആര്യനും അബ്രാമും ഒരുമിച്ചൊരു സിനിമ പ്രേക്ഷകരെ ആവേശം കൊള്ളിക്കുന്ന വാർത്തയല്ലേ. ഓൺ സ്ക്രീനിൽ നേരിട്ടെത്തുന്നില്ലെങ്കിലും ഈ ഖാൻ ത്രയം ശബ്ദം കൊണ്ട് ഒരുമിക്കുന്ന ചിത്രമാണ് മുഫാസ ദ ലയൺ കിങ്. ഡിസംബറിലാണ് ഫോട്ടോ റിയലിസ്റ്റിക് ആനിമേറ്റഡ് സിനിമ തിയേറ്ററുകളിലെത്തുന്നത്. എങ്കിലും മാസങ്ങൾക്ക് മുമ്പേ ആവേശം ഇരട്ടിയാക്കി ചിത്രത്തിന്റെ ഹിന്ദി ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 1944 റിലീസ് ചെയ്ത ആനിമേഷൻ ചലച്ചിത്രമായ ദി ലയൺ കിങ്ങിന്റെ ഫോട്ടോ റിയലിസ്റ്റിക് ആനിമേഷൻ റീമേക്ക് 2019 ഇറങ്ങിയ ദ ലയൺ കിങ്ങിന്റെ പ്രീക്വലും സ്വീക്വലുമായാണ് മുഫാസ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. മുഫാസയുടെ ചെറുമകളും സിംബയുടെയും നലയുടെയും മകളുമായ കിയാരയുടെ മുഫാസയുടെയും ടാക്കയുടെ കഥ റഫിക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് പുതിയ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന ദൃശ്യങ്ങളും ചടുലവും തീവ്രവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ സംഭാഷണങ്ങളുമായി ശ്രദ്ധ നേടി ചെക്ക്മേറ്റ്. നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോൻ നായകനായി എത്തുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഗീതവും ഛായാഗ്രഹണവും സംവിധാനവും രതീഷ് ശേഖറാണ് നിർവഹിച്ചിരിക്കുന്നത്. ഒരു മൈൻഡ് ഗെയിം ത്രില്ലറായി എത്തിയിരിക്കുന്ന സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ന്യൂയോർക്കിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ നീക്കവും നിങ്ങളുടെ അവസാന നീക്കമായിരിക്കാം എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തിയിരിക്കുന്നത്. സ്റ്റൈലിഷ് ലുക്കിലാണ് ചിത്രത്തിൽ അനൂപ് മേനോനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിദേശത്തുള്ള ഒരു ഫാർമ കമ്പനിയുടെ ഉടമയായാണ് അദ്ദേഹം ചിത്രത്തിലെത്തുന്നത്. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.